ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. സ്പൂൺ പഴംപൊരിയാണ് ഉണ്ടാക്കിയിട്ടെടുക്കുന്നത്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്സാണ്. ചായ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയിട്ടൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പൂൺ പഴംപൊരി എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. സ്പൂൺ പഴംപൊരി ഉണ്ടാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം പഴുത്തിട്ടുള്ള പഴം വേണം എടുക്കാനായിട്ട്. പിന്നെ തൊലിയൊക്കെ ഒത്തിരി കറുത്ത് പോയിട്ടുള്ള പഴം ഉണ്ടാവില്ല, ആ ഒരു പഴത്തിലൊന്നും ചെയ്യരുത്. അങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് എണ്ണ കുടിക്കും. പിന്നെ അധികം പഴുക്കാത്ത പഴം എടുക്കരുത്, അങ്ങനെ ആകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ അതേ പഴത്തിൻ്റെ തൊലിയൊക്കെ ഞാൻ മാറ്റിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പഴത്തിലോട്ട് ഇനി നമുക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊരു മാഷർ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കുക. ഇത് നമ്മൾ മിക്സിയിലൊന്നിട്ടിട്ട് അരച്ചെടുക്കുകയൊന്നും ചെയ്യരുത്. അങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് അരഞ്ഞു പോവും. ഇതുപോലൊക്കെ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ കട്ടകളൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ ഇടയ്ക്ക് ആയിട്ട് കിടക്കും. അപ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടൊക്കെ ഇത് ഉടച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ അതേ പഴം ഞാനിവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. ഇതിലേക്ക് നമുക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 കപ്പ് മൈദയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്നാക്സിൻ്റെ പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും കേട്ടോ. കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് തേങ്ങയാണ്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ കിട്ടുമെങ്കിൽ അതന്നെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് പാലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഈ ഒരു പഴംപൊരി ഉണ്ടാക്കിയിട്ട് എടുക്കാനായിട്ട് നമുക്കിതിലേക്ക് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. പശുവും പാലോ അതല്ലെങ്കിൽ പാക്കറ്റ് പാൽ, ഏത് പാലായാലും കുഴപ്പമൊന്നുമില്ല. പാലെടുക്കുമ്പോൾ നന്നായിട്ട് തിളപ്പിച്ചിട്ട് ചൂടാറിന് ശേഷം വേണം കേട്ടോ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ കുറേശ്ശെ പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇത് നമ്മൾ മിക്സ് ആക്കിയിട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാവും നമുക്ക് ഇതിലിപ്പോൾ പഴമാണ് കൂടുതലുള്ളത്, മൈദ ഒക്കെ കുറവാണെന്ന്. അപ്പോൾ ഞാനിതിലേക്ക് വീണ്ടും ഒരു 1/4 കപ്പോളം മൈദ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് വീണ്ടും പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ലൂസാക്കിയിട്ട് എടുക്കുക. ഇത് നല്ലോണമൊക്കെ ഒന്ന് ലൂസാക്കിയിട്ട് നമുക്കിതിങ്ങനെ കോരി എടുത്തിട്ട് എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാനുള്ള ആ ഒരു പരുവത്തിൽ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇതിപ്പോൾ ഞാനിവിടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള ആ ഒരു പരുവത്തിൽ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര മതി. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇത് വെച്ചിട്ട് പഴംപൊരി തയ്യാറാക്കിയിട്ട് എടുക്കാം. ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ടുള്ള ഓയിലൊക്കെ ദേ നല്ലോണം ചൂടായി കിടക്കുന്നുണ്ട്. ഓയിലോ വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഇനി സ്പൂൺ കൊണ്ട് ഈ ഒരു മാവ് കോരി ഒഴിക്കാം. എന്നിട്ട് ഒരു സൈഡൊക്കെ ഒന്ന് വെന്ത് വന്ന് കഴിഞ്ഞാൽ മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇതിപ്പോൾ ചെറിയൊരു ചീനച്ചട്ടി ആയത് കാരണം എല്ലാതും ഇങ്ങനെ കൂടിക്കെടുക്കണം കേട്ടോ. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഒരു സൈഡ് വെന്ത് വന്ന് കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ വിടിയിച്ച് കൊടുത്താലും മതി, അതിങ്ങനെ വിട്ട് വന്നോളും. നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരുന്നത് വരയ്ക്ക് വേണം ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാനായിട്ട്. ഒരുപാട് ടൈമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ആയിട്ടൊക്കെ കിട്ടും. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ട് നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് എടുത്ത് മാറ്റാം കേട്ടോ. കോരി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. പുറം ഭാഗം ചെറിയൊരു ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ ഇത് സ്പൂൺ കൊണ്ട് കോരി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് കാരണമാണ് ഇതിനെ സ്പൂൺ പഴംപൊരി എന്ന് പേര് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. നമുക്കിപ്പോൾ ചായക്ക് കടിയൊന്നും ഇല്ലെങ്കിൽ ഒരു നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാം കേട്ടോ. ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളത് തന്നെയാണ്. പിന്നെ അത് നോമ്പ് തുറയുടെ സമയത്തൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. ഇന്നത്തെ വീഡിയോ അത്രയുള്ള എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ടെന്ന് കരുതുന്നു. അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്